എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ JEE മെയിൻസ് സെഷൻ 2 പേപ്പർ 1 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അതായത് BE അതുപോലെ തന്നെ BTech എന്നിങ്ങനെയുള്ള കോഴ്സുകളുടെ ഈ റിസൾട്ടാണ്, ഫൈനൽ റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് JEE-main.nta.nic.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫൈനൽ ആൻസർ കീയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ കീ ജസ്റ്റ് അറിയാനായിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു PDF കൃത്യമായിട്ട് അതായത് ആൻസർ കീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആൻസർ കീ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആൻസർ കീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആൻസർ കീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് ഫിസിക്സിൻ്റെ ഇവിടെ ക്വസ്റ്റ്യൻ ID കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ഓപ്ഷൻ ID കൊടുത്തിട്ടുണ്ട്. അത് ഫിസിക്സിൻ്റേത്, മാത്തമാറ്റിക്സിൻ്റേത്, അതുപോലെ തന്നെ കെമിസ്ട്രിയുടേത് എന്നിങ്ങനെ ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങളുടെ ആ ഒരു എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ജസ്റ്റ് അതായത് ആൻസർ കീ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം, ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ ഏത് സെഷനിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതായത് ഓരോ സെഷനിലെയും പരീക്ഷ നടന്നിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. സെഷൻ 1-ൻ്റേതും സെഷൻ 2-ൻ്റേതും അതിനുശേഷമുള്ള ഫൈനൽ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്ര മെയിൽസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഫീമെയിൽസ് എഴുതിയിട്ടുണ്ട്, ടോട്ടൽ എത്ര വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതായത് ഈ ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ PWBD, അതുപോലെ തന്നെ PWBDയിൽ അപ്പിയേർഡ്, അതുപോലെ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എത്ര വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും നടന്നിട്ടുള്ള പരീക്ഷകളും അതിൻ്റെ ആ ഒരു ഷിഫ്റ്റും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വർഷം എത്ര വിദ്യാർത്ഥികൾ സെഷൻ 1 എഴുതിയിട്ടുണ്ട്, സെഷൻ 2 എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ എത്ര വിദ്യാർത്ഥികൾ കോമൺ ആയിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള, അതായത് 1ാം റാങ്ക് മുതൽ 100ാം റാങ്ക് വരെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും അതായത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ എലിജിബിലിറ്റി, അതായത് എന്താണ് എന്നുള്ള സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് സംസ്ഥാനത്തു നിന്നാണ് അവർ എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്, അതുപോലെ തന്നെ നീറ്റിൻ്റെ സ്കോർ എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് കോട്ടയിലാണ് അവർക്ക് ആ റാങ്ക് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജെൻഡർ വൈസ് ടോപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജെൻഡർ വൈസ് ആയിട്ട് ടോപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ജസ്റ്റ് ചെറിയൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ അറിയാം എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് ഫൈനൽ റിസൾട്ട് ഫോർ JEE മെയിൻ 2025 പേപ്പർ 1 BE BTech ഈസ് ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ ഫൈനൽ ആൻസർ കീ ഫോർ ദ JEE മെയിൻ 2025 പേപ്പർ 1 BE BTech ഈസ് ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ചുവപ്പ് കളറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ക്യാപ്ചയും നൽകി, അതായത് ക്യാപ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ അതായത് നമ്പേഴ്സും അതുപോലെ കുറച്ച് ക്യാരക്ടേഴ്സും കാണാം. ജസ്റ്റ് റിഫ്രഷിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ക്യാപ്ച നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അതായത് നിങ്ങളുടെ NTA സ്കോർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് ഈ ഒരു റിസൾട്ട് അറിയുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ ക്യാപ്ച കൊടുക്കുക, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെഷൻ 1-ൻ്റെയും സെഷൻ 2-ലും നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ അനലൈസ് ചെയ്ത ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു സ്കോർ ഉണ്ടാകും. അതാണ് നിങ്ങളുടെ ഈ ഒരു ഫൈനൽ സ്കോറായിട്ട്
പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു JEE മെയിൻ പരീക്ഷയ്ക്ക് ശേഷം ഇനി നിങ്ങൾക്ക് JEE അഡ്വാൻസിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് JEE അഡ്വാൻസിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടോ, അതിൻ്റെ അപേക്ഷ എപ്പോഴാണ്, അങ്ങനെയെങ്കിൽ അപേക്ഷ എപ്പോഴാണ് നൽകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഏകദേശം ഏപ്രിൽ 23-ാം തീയതിയോടെ ഈ ഒരു JEE മെയിന് ശേഷമുള്ള JEE അഡ്വാൻസ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇന്ന് ഏപ്രിൽ 19 ഏകദേശം ഏപ്രിൽ 23-ാം തീയതി മുതൽ മെയ് 5-ാം തീയതി വരെ ആണ് എന്നാണ് തോന്നുന്നത് JEE അഡ്വാൻസിൻ്റെ രജിസ്ട്രേഷൻ. JEE മെയിനിൽ ക്വാളിഫൈ ആയിട്ടുള്ള ഏകദേശം 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് JEE അഡ്വാൻസ് പരീക്ഷ എഴുതാനായിട്ട് ഉള്ള ആ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അവസരമുണ്ട് എങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.